ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ പിക്സാർട്ട് ഫോട്ടോ എഡിറ്റിംഗ് പാർട്ട് 1 ആണ്. അപ്പോൾ അഫ്ല സ്വാഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിക്സാർട്ട് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ടത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണും. അതൊക്കെ മുകളിലത്തെ ഈ സ്കിപ്പ് അടിച്ച് പോവുക. ഇതിന് നെറ്റിൻ്റെ ആവശ്യമില്ല. അതിനായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് അടിയിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഫോട്ടോ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ കാണും. അതൊന്നല്ലാതെ നമുക്ക് വേറെ വേണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും കുറേ എണ്ണം. അതല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. സെർച്ച് ചെയ്യണമെങ്കിൽ നെറ്റ് ആവശ്യമാണ്. ഞാനിപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്യുകയാണ്. അത് ക്രോപ്പ് ചെയ്യാനായിട്ട് അടിയിൽ ടൂൾസ് എന്ന് സെലക്ട് ചെയ്തിട്ട് ക്രോപ്പ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രോപ്പ് ചെയ്യുക. ഇവിടെ കുറച്ച് ഓപ്ഷനിലൊക്കെ ഉണ്ട്. സ്ക്വയർ, 9, 16 അങ്ങനെ കുറേ ഉണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും ഇതൊക്കെ ഇടാൻ പറ്റിയത്, ഫേസ്ബുക്കിലൊക്കെ ഓരോന്ന് ഇടാൻ പറ്റിയത്, അങ്ങനെ പലതുണ്ട്. യൂട്യൂബിൽ തംബ്നെയിൽ ഇടാൻ പറ്റിയത് ഇതിലുണ്ട്. അത് കൊടുത്തിട്ട് ശരി കൊടുത്താൽ ഇതിൽ തംബ്നെയിൽ ഉണ്ടാക്കാം. ഇനി ഇതിലെങ്ങനെ എഴുതാം എന്ന് നോക്കാം. അതിനടിയിൽ ടെക്സ്റ്റ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് എഴുതാം. ഇപ്പോൾ അഫ്ലഹ് വ്ളോഗ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ശരി കൊടുക്കുക. എന്നിട്ട് ഇവിടെ കളർ എന്ന് സെലക്ട് ചെയ്തിട്ട് വേണ്ട കളർ സെലക്ട് ചെയ്യുക. ഞാൻ അപ്പോൾ കറുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫൗണ്ടുകൾ നോക്കാം. അതിനായിട്ട് അടിയിൽ ഫോണ്ട് എന്ന് സെലക്ട് ചെയ്യുക. വേണ്ട പല രീതിയിലുണ്ട്. ഇതിൽ വേണ്ട നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കുറേ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇതിന് സ്ട്രോക്ക് കൊടുക്കാൻ നോക്കാം. അതിനായിട്ട് ഇവിടുത്തെ സ്ട്രോക്ക് എന്ന് സെലക്ട് ചെയ്തിട്ട് വേണ്ട കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ വെള്ളയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ വലുതാക്കിയാൽ അതിനനുസരിച്ച് കൂടും. കറുപ്പന്നാക്കിയാൽ കണ്ടോ ഇങ്ങനെയാവും. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്വാളിറ്റി കുറക്കാവുന്നതും കൂട്ടാവുന്നതൊക്കെ ചെയ്യാവുന്നതാണ്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഒക്കെ ചെയ്തതിന് ശേഷം ശരി കൊടുക്കുക. ഇനി ഇങ്ങനെ ഒരു ഇമേജ് ചേർക്കാൻ നോക്കാം. അതിനടിയിൽ ആഡ് ഫോട്ടോ എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ റിഫ്ലാക്സ് എന്നുണ്ടാവും. അതായത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് അതുപോലെ ഇതാക്കണ്ടോ. എനിക്ക് ഫോട്ടോ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടാവുന്നതും കുറക്കാവുന്നതൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ ക്രോപ്പ് ചെയ്യാം. അതുപോലെ ഇത് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഷാഡോ ആക്കി വെക്കാം. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ ഫോട്ടോ മാത്രം ആക്കണമെങ്കിൽ അതിന്മേൽ കൂടെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് മുകളിലത്തെ ചിഹ്നം സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. മായ്ക്കലൊക്കെ മായ്ച്ചുകൊണ്ട് അപ്പോൾ കണ്ടോ
അത് മാത്രം കിട്ടിയിട്ടുണ്ട്. എണ്ണാക്കിയത് മാത്രം അതിവിടെ വെക്കാം. എന്നിട്ട് ശരി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ.